നിന്നെ കൊണ്ട് വാഴിക്കത്തിൽ എന്ന് പറയുന്ന ദേശത്ത് ഇന്ന് രാത്രി ജയമെടുക്കാൻ കഴിയുന്ന, ജയം തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? നീ വാഴാനാണ് നിന്നെ സൃഷ്ടിച്ചതെങ്കിൽ, പെരുകി വർദ്ധിച്ച് അടക്കി നിറഞ്ഞ് വാഴാനാണ് നിന്നെ സൃഷ്ടിച്ചതെങ്കിൽ, നിന്നെ കൊണ്ട് വാഴിക്കത്തില്ലെന്ന് പറയുന്ന ഫറവോന്യ ശക്തികളുടെ മേൽ നസ്രയന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുവാൻ നിന്നെ അധികാരപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വചനം പറയുന്നു. വിശ്വസിക്കുവാൻ ഇന്ന് രാത്രി നിനക്ക് സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഒരു ചലഞ്ച് ആകട്ടോ. നീ വാഴേണ്ട സ്ഥാനത്ത് നിന്നെ വാഴിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ നന്മകളെ ചോർത്തിക്കളയുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിനക്ക് ഗുണവും ഫലവും ലഭിക്കേണ്ടത് വല്ലവനും പകർന്നു കൊടുക്കുന്ന, വല്ലവനും വാരിക്കൊണ്ടു പോകുന്ന, വല്ലവനും ചോർത്തിക്കൊണ്ടു പോകുന്ന അനുഭവമാണെങ്കിൽ കച്ചവടം കൂടുന്നതനുസരിച്ച് ചോർച്ച കൂടും. പ്രൈസ് ദി ലോർഡ്. പണം വരുന്നതനുസരിച്ച് ചെലവ് കൂടും. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, രണ്ട് കാര്യങ്ങൾ നടന്നാലും മതി. എന്ത്? ഒന്ന്, ചോർച്ച അടയട്ടെ. രണ്ട്, വരവ് അതുപോലെ തന്നെ തുടർന്നാൽ മതി. വരവ് വർദ്ധിക്കണ്ട, ചെലവ് ചോർച്ചയൊന്നും നടന്നു കിട്ടിയാൽ മതി. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ പാഴായി പോകുന്ന, നിന്റെ പ്രയത്ന ഫലങ്ങളെ പാഴാക്കി കളയുന്ന ചോർച്ചകളെ അടയ്ക്കാൻ കഴിവുള്ള ഒരുവനെ ഇന്ന് രാത്രി വിളിച്ചപേക്ഷിക്കുവാൻ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിവുള്ളവര് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാൻ പറ്റുമെന്ന്. പ്രൈസ് ഗോഡ്. രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇത് ബിസിനസ്സുകാരുടെ, ഇനി ജോലിക്കാരുടെ പ്രൊമോഷൻ കിട്ടി, ശമ്പളം കൂടി, പേ കമ്മീഷൻ വന്നു, എല്ലാം ഉണ്ട്, ബോണസ് കിട്ടുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും നിന്റെ ജീവിത നിലവാരത്തിന് മാറ്റം വരാതെ വണ്ണം, പ്രൈസ് ദി ലോർഡ്, നിന്റെ നന്മകളെ തടുത്തു വച്ചിരിക്കുകയാണെങ്കിൽ ആ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ അവിടെ അടഞ്ഞു കിടന്നോട്ടെ. എന്നാൽ ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കാമെന്ന് വാക്ക് പറഞ്ഞൊരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച ഇന്ന് രാത്രി, കർത്താവേ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആകാശത്തിലെ കിളിവാതിലുകൾ ഇന്ന് രാത്രി തുറക്കണമേ, തുറക്കണമേ, തുറക്കണമേ. മല്ല് പിടിച്ച് പ്രാർത്ഥിക്കുവാൻ എബ്ബോക്കിന്റെ തീരത്ത് വെച്ച് എങ്ങനെ എപ്രകാരം യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ച് ജയിച്ചുവോ, അതുപോലെ ഇന്ന് രാത്രി നിന്റെ ദൈവവുമായി പ്രാർത്ഥനയിൽ പോരാടി ഇന്ന് രാത്രി ഒരു ജയം പ്രഖ്യാപിക്കുവാൻ നിന്നെ അധികാരപ്പെടുത്തുന്ന ദൈവ വചനത്തെ ഓർത്ത് ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഞാൻ എൻ്റെ അനുഭവം നിങ്ങളെക്കാളും കഷ്ടമായ അനുഭവങ്ങൾ കൂടെ കടന്നു പോയപ്പോൾ, ഒരു മനുഷ്യനും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥകൾ കൂടെ കടന്നു പോയപ്പോൾ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, ശരിയായ പ്രശ്നം വന്നാൽ ഒരു വ്യക്തിക്ക് നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല, ഒരു പാസ്റ്റർക്കും സഹായിക്കാൻ പറ്റത്തില്ല, ഒരു സഭയ്ക്കും സഹായിക്കാൻ പറ്റത്തില്ല, നിന്റെ ബന്ധുക്കൾക്ക് സഹായിക്കാൻ പറ്റത്തില്ല, നിന്റെ മിത്രങ്ങൾക്ക് സഹായിക്കാൻ പറ്റത്തില്ല, നിന്റെ മക്കൾക്കും നിന്റെ മാതാപിതാക്കൾക്കും നിന്റെ കൂട്ടാളിക്കും നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അനുഭവത്തിൽ പറയട്ടെ, നിന്റെ ദൈവത്തിന് നിന്നെ സഹായിക്കാൻ കഴിയും. ഇന്ന് രാത്രി ആരുടെ സഹായം നിനക്ക് ആവശ്യമാണ്? എന്റെ ദൈവം എന്നെ സഹായിച്ചാൽ മതി, എന്റെ ദൈവം എന്നെ സഹായിച്ചാൽ മതി. എത്ര പേര് വിശ്വാസത്തോടെ ഈ ദൈവത്തോട് ഇന്ന് രാത്രി മല്ല് പിടിച്ച് നിന്റെ ജയം പ്രഖ്യാപിച്ചെടുക്കും? ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസം വ്യാപരിക്കട്ടെ, ഇന്ന് രാത്രി പ്രാർത്ഥന വ്യാപരിക്കട്ടെ, ഇന്ന് രാത്രി തീരുമാനങ്ങൾ വ്യാപരിക്കട്ടെ. ഏവനായി നിന്ന് അവൻ മല്ല് പിടിച്ച അവൻ യാക്കോബിനെ പോലെ, കർത്താവേ, ആരും കൂട്ടില്ലെങ്കിലും ആരും സഹായമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പൊരുതി എന്റെ വിഷയത്തിന്മേൽ ഞാൻ ജയം നേടും, ഞാൻ ജയം നേടും. വ്യക്തിപരമായി ഇന്ന് രാത്രി തീരുമാനിക്ക്. മാതാപിതാക്കളെ നോക്കല്ലേ, മക്കളെ നോക്കല്ലേ, ഭാര്യയോ ഭർത്താവിനെയോ നോക്കല്ലേ, സഭയെ നോക്കല്ലേ, പാസ്റ്ററെ നോക്കല്ലേ, പട്ടക്കാരനെ നോക്കല്ലേ, നിന്റെ ദൈവത്തിലേക്ക് നോക്കി ഇന്ന് രാത്രി ഒരു വിടുതല്, ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു ശക്തിയുള്ള കാഴ്ചപ്പാട്, ഒരു വിശ്വാസത്തിന്റെ കാഴ്ചപ്പാട് നൽകണമേ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, നിന്റെ മുമ്പില് അടഞ്ഞ വാതില് തുറക്കാനുള്ള താക്കോല് നിന്റെ കയ്യില്, എന്നിട്ട് ഇത് തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ ഇവരെയും കുറ്റം പറഞ്ഞിട്ട് എന്നാ കുഴപ്പം, എന്നാ കാര്യം? കീസ് വിത്ത് യു. ആരും ഒന്ന് തുറക്കണമെന്നാ? ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് ഈ അടഞ്ഞ വാതിൽ തുറന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ അടഞ്ഞ വാതിലിന്മേൽ എന്റെ ദൈവം തരുന്ന അതനുസരിച്ച് ഞാൻ അധികാരം പ്രാപിക്കുമെന്ന്, മാത്രമല്ല പുറത്തേക്കിറങ്ങി എന്നെ കീഴ്പ്പെടുത്തിയ വിഷയങ്ങളിൽ ഞാൻ വാഴുമെന്ന്,
ഇന്ന് വൈകുന്നേരം വരെ എന്നെ കീഴ്പ്പെടുത്തിയിട്ട വിഷയങ്ങളിൽ നാളെ നേരം വിളിക്കുമ്പോൾ വാഴത്തക്കവണ്ണം ദൈവികമായ അധികാരം പ്രാപിച്ച് അവന്റെ വചനത്തിന്റെ ശക്തിയാൽ അവന്റെ നിർണയ പ്രകാരം ഞാൻ മുന്നോട്ട് ഇറങ്ങുമെന്ന് വിശ്വാസം വരുന്നവരെ ദൈവത്തിന് സ്തോത്രം ചെയ്യേ. പ്രൈസ് ഗോഡ്. പക്ഷെ ഒരു കുഴപ്പമുണ്ടെന്നറിയാം. 2 രാജാക്കന്മാർ 7-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ, നാളെ ഈ നേരത്ത് ക്ഷാമം കൊണ്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന രാജ്യം, മക്കളെ വരെ പുഴുങ്ങി തിന്നുന്ന കാലഘട്ടം. അപ്പോഴാണ് പറയുന്നത്, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ശേഖലിന് 1 സേയ ഗോതമ്പുമാവും ശേഖലിന് 2 സേയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നാളെ ഈ നേരത്ത് അത്ഭുതം നടക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടു നിന്ന് അകമ്പടി നായകൻ അടുത്ത വാക്യം, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ? യഹോവ ആകാശത്തിൽ കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ? ഇത്രയും കേട്ടിട്ടും നാട്ടുകാർ മുഴുവൻ രക്ഷപ്പെട്ടാലും, എൻ്റെ ഇടത്ത് വശത്തിരിക്കുന്നവനും വലത്ത് വശത്തിരിക്കുന്നവനും മുമ്പിലിരിക്കുന്നവനും പുറകിലിരിക്കുന്നവനും ഈ ഏജഹോളിൽ വന്നിട്ടുള്ള സകലരും രക്ഷപ്പെട്ടാലും ഞാൻ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചിരിക്കല്ലേ. ഞാനിതെങ്ങനെ ഏറ്റെടുക്കുന്നറിയാമോ? ഇവിടെ അപ്പുറത്താണ് ഞാൻ ഇരുന്നിരുന്നെങ്കിൽ ഇതുപോലെ ഒരു വചനം വന്നാൽ ഞാൻ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ഈ ഏജെ ഹോളിൽ വന്നിരിക്കുന്ന ഒറ്റയൊരുത്തൻ രക്ഷപ്പെട്ടില്ലെങ്കിലും ഈ ഒരൊറ്റ വചനത്തിന്റെ മുമ്പിൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ഈ ദൈവത്തെ ആരാധിക്കുകയായി തീരും. ഇന്ന് പകൽക്കാലം ആര് രക്ഷപ്പെട്ടില്ലെങ്കിലും എന്റെ ദൈവം എന്നെ സഹായിക്കും, ഞാൻ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവര് ഒരു സ്തോത്രം ചെയ്യാമോ? ഈ തമിഴൻ പറഞ്ഞ പോലെ പറഞ്ഞു പൊടിക്കലാവരുത്, തന്നെ ആയിരിക്കണം കേട്ടോ. സ്തോത്രം പോടാൻ പറയുമ്പോൾ അല്ലേലിയോ പോടാൻ പറയുമ്പോൾ പോടിയിട്ട് കാര്യമില്ല. വിശ്വാസം വ്യാപരിക്കണം. വിശ്വസിച്ചാൽ കഴിയാത്തത് ഇല്ലെന്ന്